ഹായ്, ഞാൻ നിൽക്കുന്ന ട്രിവാൻഡ്രം ശംഖുമുഖത്തുള്ള UDS റിസോർട്ടിലാണ്. അപ്പം ഉദയസമുദ്ര സൂട്ട്സ് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ ഇന്ന് നമുക്കിവിടെ ഒരു ടെക്നോ പാർക്കിലൊരു കമ്പനിയുടെ ഇവൻ്റ് ഉണ്ട്, ഒരു ടീം ഗ്യാതറിംഗ് ആണ്. അപ്പം ഇന്ന് നമുക്ക് ഈവൻ്റ് വിശേഷങ്ങൾ നമ്മളും സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ എത്തിച്ചു. നമ്മളെ ടീമെല്ലാം നല്ല ഉഷാറായിട്ട് എല്ലാ സാധനങ്ങളും നമ്മൾ അകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു കാര്യം, ചൂട് ഭയങ്കര അന്യായ ചൂടാണ്. പിന്നെ യൂണിയൻകാരൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം പുറത്ത് വെച്ചിട്ടാണ് പോയത്. എല്ലാം നമ്മൾ തന്നെ എടുത്ത് അകത്ത് വയ്ക്കണം. പിന്നെ നമ്മളെ സിസ്റ്റം ഒറിജിനൽ JBയിലാണ് കേട്ടോ. നമ്മളും കൂടെ പയ്യന്മാരുടെ കൂടെ ചേർന്നിട്ട് നമ്മളെ സാധനം തന്നെയല്ലേ എടുത്ത് വെച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങൾ നമ്മൾ ചെയ്യും. കാരണം പയ്യന്മാർ എന്ന് മൊത്തമായിരുന്നു ജോലി ചെയ്യണ്ടല്ലേ. അപ്പോൾ നമ്മളും കൂടെ നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇതല്ലേ എൻ്റെ ഒരു ശരി. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പയ്യപ്പോ എത്തിക്കും. വൈകുന്നേരം 5 മണിക്കാണ് പരിപാടി. അപ്പം ഇവിടെയും കുറച്ച് സാധനങ്ങൾ വാരി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം നമ്മളെ സൂക്ഷിച്ച് കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങളാണ്. പിന്നെ എല്ലാം നല്ല വിലയുള്ളതാണ്. ലൈറ്റും സ്റ്റാൻഡും ഇതാണ് ഫോഗിങ് മെഷീൻ. ഉപയോഗിച്ച് DJ കിടക്കുന്ന സമയത്ത് സ്റ്റേജിൽ ഫോഗ് ചെയ്യും. ഇനി നമ്മൾ സ്റ്റേജ് സെറ്റ് ചെയ്യണം. ഇപ്പോൾ സ്റ്റേജിനുള്ള പ്ലാറ്റ്ഫോമിൻ്റെ റെഗാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ അതെല്ലാം വെച്ച് സ്റ്റേജും സൗണ്ടും സെറ്റ് ചെയ്യണം. ഇങ്ങനെ ഈ ഒരു ഇത് നോക്കിയിട്ടാ പോരെ. ആ, ഇത് ഒരുപാട് ഇങ്ങനെ. അപ്പോൾ ഈ കാണുന്ന തുണി സ്റ്റേജിൻ്റെ ബാക്ക് ഡ്രോപ്പാണ്. അതായത് സ്റ്റേജിൻ്റെ ബാക്കിൽ വയ്ക്കുന്ന സാധനം. പിന്നെ ഇതെല്ലാം ആംപ്ലിഫയറാണ്. നമുക്കിതിൻ്റെ അകത്ത് DJ ഉണ്ട്. DJയുടെ ആംപ്ലിഫയറും ലൈറ്റിൻ്റെ സ്റ്റാൻഡും കുറച്ച് വയറും ഉണ്ട്. അപ്പോൾ നമ്മൾ ജെൻസെറ്റിൻ്റെ വണ്ടിയാണ്. ഇതിൽ നിന്നാണ് നമ്മൾ പവർ എടുക്കാൻ പോകുന്നത്. നമുക്ക് വയർ തികയോ? ഇതെത്ര മീറ്റർ വയർ? 50? ഓ, അവിടെ നിന്ന് എടുക്കും അല്ലേ. ഷിബി ബ്രോ, ഇവിടെ നിന്ന് അങ്ങ് എത്തുമോ വയർ? ഔട്ടല്ലേ? വേറെ വയറടിക്കേണ്ടി വരുമോ? ഓ, ഇത് എത്ര മീറ്ററിന് അറിയാമോ ഈ കിടക്കുന്ന? ആ ഓ, ജെൻസെറ്റിൽ നിന്ന് വയറ് നീളം കുറവ്. എന്നാലേ നമുക്കിവിടെ കണക്ഷൻ കൊടുക്കാൻ പറ്റും. വെളിയിൽ നിന്ന് ഏകദേശം 100-150 മീറ്റർ നീളം വയറുണ്ട്. നമ്മുടെ കയ്യിൽ 90 ഉള്ളൂ. നമ്മൾ നോക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. വയറ് കണക്ട് ചെയ്യണം. ചൂടെന്ന് പറഞ്ഞാൽ അന്യായ ചൂട്. വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ല. ട്രിവാൻഡ്രത്തൊക്കെ കത്തി ചൂട്. അതേപോലെ ഒടുക്കത്തെ മഴയും ഒടുക്കത്തെ വെയിലാണ് കേട്ടോ. ഒടുക്കത്തെ രാവിലെ തൊട്ട് ഉച്ചവരെ ഭയങ്കര വെയിലും പിന്നെ വൈകുന്നേരം മഴയാണ്. എന്താകുമെന്ന് അറിഞ്ഞുകൂടാ, നോക്കാം. അന്യായ ചൂട്. ഔട്ട്ഡോർ വർക്കൊക്കെ വരുമ്പം ഇതൊക്കെ തന്നെ അവസ്ഥ. ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. എല്ലാവരും വെള്ളം കുടിച്ച് വെളിയിൽ നിന്ന് രക്ഷപ്പെടുക. UDSലെ എല്ലാ റിസോർട്ടിലും ഇതേപോലെ ഭംഗിയായിട്ട് ഇങ്ങനെ ഭിത്തിയിലിങ്ങനെ ഓരോ മോഹിനിയാട്ടം കഥകളിയൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യത്തിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അവരുടെ ആ കണ്ണ് തന്നെ അതിൻ്റെ ഒരു ഭംഗിയുണ്ടോ. അടിപൊളിയായിട്ട് ഓരോ രൂപങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവരുടെ എല്ലാ UDSലെ എല്ലാ റിസോർട്ടിലും ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ഒരു കൾച്ചർ റെപ്രസെൻ്റ് ചെയ്ത്. എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലൈറ്റോ? എന്ത് ലൈറ്റ്? മിർച്ചി ലൈറ്റാ? തിരിച്ചോണ്ടൊക്കെ ഇട്. വിഷ്ണു ബ്രോ ഭയങ്കര നാണോ? പിന്നെ ആരാണ്?
ഓ വിഷ്ണു ബ്രോ, മറ്റേ ബ്രോ ആണില്ലേ? സോറി, പേര് മാറിപ്പോയി. ഐ ആം ദ സോറി. ഇപ്പം ലഞ്ച് ടൈം, പോയി എന്തെങ്കിലും കഴിക്കണം. അത് ബാക്കി പരിപാടി എല്ലാം ഒരു 4-4:30 മുമ്പേ എല്ലാം സെറ്റ് ചെയ്യണം. കാരണം ക്ലയൻറ്റ് പരിപാടി 5 മണിയാകുമ്പോൾ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ പോയിട്ട് കഴിച്ചിട്ട് ആണ് ബാക്കി പരിപാടി. നമ്മൾ സൗണ്ടെല്ലാം സെറ്റ് ചെയ്ത് ഏകദേശം സൗണ്ട് സിസ്റ്റമൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം DJ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് അക്വസ്റ്റിക്സ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ ലൈറ്റിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ കൺട്രോൾഡാണ്. അപ്പോൾ DJ അനുസരിച്ച് എല്ലാ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാണെന്ന് നോക്കണം. അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കമ്പനിയുടെ സ്റ്റാഫൊക്കെ വന്ന് അവരെല്ലാം അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർ കുറേ ഗെയിംസൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. അതിലൊന്ന് നമ്മുടെ വടംവലിയാണ്. കാരണം ഇവർക്ക് കുറേ ഓസ്ട്രേലിയൻ ക്ലയൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് നമ്മളെ കേരളത്തിലൊക്കെ ഗെയിംസൊക്കെ കളിക്കാൻ നല്ല താല്പര്യമാണ്. സത്യം പറഞ്ഞാൽ അവർ തന്നെയാണ് നമ്മുടെ വടംവലിയുടെ ഡയറക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യും, പറയുകയൊക്കെ തന്നെ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം അവരാണ് ബെറ്റർ. എല്ലാം കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ് അവർ ഫോളോ ചെയ്ത് ഗെയിമെല്ലാം കളിച്ചത്. പിന്നെ നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഔട്ട്ഡോർ ഗെയിം സ്ഥലപ്പരമ്പി ഉണ്ടായിരുന്നു. സംഭവം ഉഷാറായി. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അടിപൊളിയായിട്ട് ഗെയിമൊക്കെ കളിച്ചു. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ സൗണ്ടും സ്റ്റേജും ലൈറ്റും ഒക്കെ ഏകദേശം നല്ല രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് സൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് DJക്കുള്ള ഔട്ടെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. അങ്ങനെ ടീം ബിൽഡിങ് ആക്ടിവിറ്റീസൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടപ്പോഴാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ ആസിപ്രോ വന്നത്. ആസിപ്രോ നമ്മളെ പഴയ ഒരു ചങ്കാണ്. അതോടൊപ്പം തന്നെ ഇവർ കുറേ അടിപൊളി ആക്ടിവിറ്റീസൊക്കെ ക്രിയേറ്റ് ചെയ്യായിരുന്നു. ഇത് നമ്മുടെ സേമിയാണ്. അത് വെച്ച് ജോയിൻറ്റ് ചെയ്ത് അവർ ടവർ പോലെ സംഭവമൊക്കെ ഉണ്ടാക്കി മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്തു. ഗെയിംസൊക്കെ കളിച്ച് ഏകദേശം ഉഷാറായപ്പോഴാണ് നമ്മൾ ഫൈനലും ചെക്കിങ് ചെയ്ത് നമ്മളെ ഷിബി ബ്രോ സൗണ്ടൊക്കെ ചെക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് തന്നെ സമയം ഏകദേശം 6:30 കഴിഞ്ഞു. ഇനി ബാക്കിയെല്ലാം നൈറ്റ് പ്ലാനാണ്. ഇന്ന് ഏകദേശമുള്ള പരിപാടികളൊക്കെ നമ്മളിവിടെ കഴിഞ്ഞു. ഇനിയൊരു 7:30-8 മണിയൊക്കെ ആകുമ്പം DJ വരും. അപ്പം DJക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യണത്. അപ്പം നമ്മളിപ്രാവശ്യം DJ ഹാരിനെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പം ഹാരി ചേട്ടൻ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. വന്നിട്ട് നോക്കി നോക്കാം. Show you how to love again. I'ma show you how to love again. I'ma show you how to love again. ഹരിപോ പരിപാടി പൊളിച്ചു. താങ്ക്സ്. സെറ്റ് പരിപാടി. അപ്പോൾ സമയം ഏകദേശം 11 മണി കഴിഞ്ഞു. നമ്മളെ പരിപാടിയെല്ലാം വൈൻഡപ്പായി. ഇനി നമ്മളെ ടീം എല്ലാവരും കൂടെ ചേർന്ന് ഒത്തൊരുമയോടെ എല്ലാ സാധനങ്ങളും ഇറക്കി സെറ്റ് ചെയ്ത് എങ്ങനെയാണ് കൊണ്ടുവന്നത് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ UDSലെല്ലാം കഴിഞ്ഞു, വൈൻഡപ്പായി. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. സാധാരണ ഈ ലേറ്റ് നൈറ്റ് UDS അല്ലെങ്കിൽ ആ ഏരിയയിലൊക്കെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ കട്ടൻ കാപ്പി അല്ലെങ്കിൽ ലെമൺ ടീ കുടിക്കുന്ന അലൈസിലാണ്. എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. വേറെ ഒന്നുമില്ല, ഈ 12 മണിക്കും 1 മണിക്കും ഇവർക്ക് ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് എപ്പോൾ നോക്കിയാലും 24 hours ആയാലും ഈ സ്നാക്ക് റാക്ക് ഫുള്ളായിരിക്കും. എന്തൊക്കെ തരം സ്നാക്ക് ഉണ്ടെന്ന് അറിയാം. എല്ലാം കഴിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ചെറിയ വീഡിയോ എൻ്റെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലും അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാ പേജ് നിയർ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കട്ടൻ കാപ്പി. ബൈ.